ജോർജിയയിൽ ഒരു അപ്പാർട്ട്മെന്റിലേക്ക് നമ്മുടെ സ്റ്റുഡൻസ് വിളിച്ചിട്ട് പറഞ്ഞു, ഓണർ പറഞ്ഞിട്ടുണ്ട് ഇന്ന് തന്നെ അപ്പാർട്ട്മെന്റ് മാറണം. അപ്പോൾ ഞാൻ ഓണറോട് ചോദിച്ചപ്പോൾ ഓണർ പറഞ്ഞു, ഇന്നലെ രാത്രി അവിടെ എന്തോ അവരുടെ ബർത്ത്ഡേ സെലിബ്രേഷനോ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു. അപ്പൊ ലേറ്റ് നൈറ്റ് ഒരു 12 മണി 1 മണി വരെ ഇവർ ഭയങ്കര പാട്ടും പിന്നെ ഡാൻസ് ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് തൊട്ടടുത്തുള്ള വീട്ടിലുള്ള ആളുകൾ പോലീസിൽ വിളിച്ച് കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്, പോലീസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് വീട് മാറാൻ പറഞ്ഞത് എന്നുള്ളത്. അപ്പോൾ വീട് മാറുന്ന കാര്യങ്ങൾ പ്രശ്നമൊന്നുമില്ല, വേറെ അപ്പാർട്ട്മെന്റ് എടുത്ത് നമ്മൾ മാറാനൊക്കെ പറ്റി. ജോർജിയ പോലൊരു രാജ്യം രാത്രി വല്ലാതെ നോയ്സ് ഉണ്ടാക്കാൻ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ പോലീസിൽ പറഞ്ഞാൽ പോലീസ് വന്നിട്ട് ആക്ഷൻ എടുക്കുന്ന ഒരു രാജ്യമാണ്. അതേപോലെ തന്നെയാണ് ഈ പബ്ലിക് ട്രാൻസ്പോർട്ടുകളിൽ, അതായത് ഈ ബസ്സിലും മെട്രോയിലൊക്കെ ജോർജിയയിൽ പോകുന്ന സമയത്ത് കുട്ടികൾ ഇങ്ങനെ കൂടി നിന്ന് വർത്താനം പറയും. നമ്മൾ സാധാരണ ബസ് കയറി കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറയാം. പക്ഷേ ജോർജിയൻസ് എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ ബസ് കയറി കഴിഞ്ഞാൽ ഞങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, അല്ലെങ്കിൽ അവിടെയുള്ള കുട്ടികളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയിലൊക്കെ ബ്ലോഗിലൊക്കെ കാണാൻ പറ്റും. അതായത് അവർ ഒരു ഹെഡ്സെറ്റും വെച്ചിട്ട് അങ്ങനെ പാട്ട് കേട്ടിരിക്കുക, അല്ലെങ്കിൽ ഒരു ബുക്ക് എടുത്ത് ഇങ്ങനെ വായിച്ചിട്ട് വളരെ സൈലന്റ് ആയിട്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 പേര് കുട്ടികൾ ഒന്നിച്ച് കയറി കഴിഞ്ഞാൽ അവരവരുടെ കഥകൾ ഇങ്ങനെ പറയുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും വളരെ സൈലന്റ് ആയിട്ടാണ് പറയുന്നത്. നമുക്ക് മനസ്സിലാവില്ല. ഇപ്പം ഞാനും പല സമയത്തും ട്രെയിനിലൊക്കെ കയറി സംസാരിക്കുന്ന സമയത്ത് പിന്നെ ഒന്ന് ശ്രദ്ധിക്കുമ്പോഴാണ് ഞാനും മനസ്സിലാക്കുന്നത് ഞാൻ കുറച്ച് ശബ്ദത്തിലാണ് പറയുന്നത്, ചുറ്റുള്ള ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ അതായത് കുട്ടികൾ സംസാരിക്കുന്ന സമയത്ത് അവർക്ക് തന്നെ മനസ്സിലാവില്ല അവർ ഒച്ചത്തിലാണ് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് വരുന്നുണ്ട്. കാരണം നമ്മൾ നോർമലി ശീലിച്ചത് അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ജീവിക്കുന്ന ആളുകളുടെ അവരുടെ കൾച്ചറിനെ നമ്മൾ ബഹുമാനിക്കാൻ പഠിക്കണം, അവരുടെ ലൈഫ് സ്റ്റൈൽ നമ്മൾ ബഹുമാനിക്കണം. കാരണം അവരവിടെ ജനിച്ചു വന്ന ആളുകളാണ്, അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൾച്ചർ അവർക്ക് മാറ്റാൻ പറ്റില്ല. പക്ഷെ നമുക്ക് അങ്ങോട്ടേക്ക് മൈഗ്രേറ്റ് ചെയ്ത ആളുകളാണ്, അല്ലെങ്കിൽ നമ്മളവിടെ പഠിക്കാൻ വേണ്ടി പോയ ആളുകളാണെങ്കിൽ നമ്മൾ അവരുടെ കൾച്ചറിനെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ.